വര ഇങ്ങനെ കാണുന്നത്, നമ്മൾ ബാവ് നീട്ടി വരയ്ക്കണത്. അപ്പോൾ അങ്ങനെ ബിസ്മില്ല അങ്ങനെ ബാവ് കൊണ്ട് തുടങ്ങാൻ കാരണം പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം അസ്തിത്വത്തിനെ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യത്തിനെ ബാ എന്ന അക്ഷരം കൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ആ ബാനക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താ ഉള്ളത്? ഒരു മൂന്ന് കാര്യങ്ങളുണ്ട്. ബാ എന്ന് പറഞ്ഞാൽ ആ വര, രണ്ടാമത്തേത് ബാ എന്ന് ബാൻ്റെ താഴെയുള്ള പുള്ളിക്കുത്ത്, മൂന്ന് ബാൻ്റെ മുകളിലുള്ള ഫത്തഹ്. ഈ മൂന്ന് അക്ഷരങ്ങളുണ്ടല്ലോ. ഈ ബാ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അലിഫ് തന്നെയാണ്. നമ്മൾ അലിഫിനെ ഇങ്ങനെ ഒരു ശീലയായിട്ട് കണക്കാക്കി നോക്കിയ ശീല, ഒരു നേരെ പിടിക്കുന്ന ഒരു ശീലാണെങ്കിൽ അത് അലിഫാണ്. അതിങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ രണ്ട് കയ്യിലും ഇങ്ങനെ പിടിച്ചിട്ട് ആ ശീല ഇങ്ങനെ രണ്ട് കയ്യിലും പിടിച്ച് നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അതായത് ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു വസ്തു ഇങ്ങനെ പൊക്കണ പോലെ പിടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അത് ബാൻ്റെ അടയാളം പോലെയാവും. ബായും അലിഫ് തന്നെയാണ്. അലിഫ് ഇങ്ങനെ കിടത്തി വെച്ചത് എന്നർത്ഥമുള്ളൂ. ആ കിടത്തി വെച്ച അലിഫിനെ എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പുള്ളിക്കുത്താണ്. അതായത് ഇപ്പോൾ ഒരു പേന കൊണ്ട് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ഒരു പുള്ളിക്കുത്ത് കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ടാണ് വലുതാക്കുക. പുള്ളിക്കുത്താണ് അതിൻ്റെ യാഥാർത്ഥ്യം. ബാൻ്റെന്ന് മാത്രമല്ല, എല്ലാ അക്ഷരങ്ങളുടെയും യാഥാർത്ഥ്യം പുള്ളിക്കുത്താണ്. ആ പുള്ളിക്കുത്ത് ഇങ്ങനെ വലുതാക്കിയതാണ് ആ വര. പുള്ളിക്കുത്താണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ആ പുള്ളിക്കുത്ത് എന്ന് പറയുന്നത് എന്താ? അത് അതിൻ്റെ ആന്തരികമായ വശമാണ്. ആ ആന്തരികമായ വശത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയും അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ പുള്ളിക്കുത്തുകൊണ്ടാണ് എല്ലാ അലിഫ് ബാ മാത്രമല്ല ത സ എല്ലാം ഉണ്ടാക്കിയത് ആ പുള്ളിക്കുത്തുകൊണ്ടാണ്. അപ്പോൾ ബാൻ്റെ യാഥാർത്ഥ പുള്ളിക്കുത്ത് തന്നെ. ഇനി ബാൻ്റെ ഹർക്കത്ത് എന്താ? ഹർക്കത്ത് സൂചിപ്പിക്കുന്നത് ആ ബാലൂടെ പിന്നെ വെളിവായി കൊണ്ടിരിക്കുന്ന എല്ലാ സൃഷ്ടികളുമാണ്. ആദ്യം അള്ളാഹു ഒന്നിനെ സൃഷ്ടിച്ചു. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശത്തെ സൃഷ്ടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രകാശത്തിൽ നിന്ന് എല്ലാത്തിനെയും സൃഷ്ടിച്ചു. അപ്പോൾ എല്ലാത്തിൻ്റെ ഹർക്കത്ത്, എല്ലാത്തിൻ്റെ ചലനം, എല്ലാത്തിൻ്റെ അടക്കം, എല്ലാത്തിൻ്റെ സുക്കൂന്, എല്ലാത്തിൻ്റെ ധർമ്മം എല്ലാം അതിൻ്റെ മുകളിൽ കിടക്കുന്നതാണ്. അപ്പം ഒന്ന് ബാൻ്റെ താഴെയുള്ള പുള്ളിക്കുത്ത്, ബാ എന്ന് പറയുന്ന ആദ്യ സൃഷ്ടിനെ കാണിക്കുന്നു. ബാൻ്റെ താഴെയുള്ള പുള്ളിക്കുത്ത് ആ സൃഷ്ടിൻ്റെ യാഥാർത്ഥ്യത്തെ കാണിക്കുന്നു. അതിൻ്റെ മുകളിലുള്ള ഹർക്കത്ത് ആ സൃഷ്ടിയിൽ നിന്ന് വെളിവാവുന്ന നാനാതരം കാര്യങ്ങളെ കാണിക്കുന്നു. അപ്പോൾ ഇതെന്താ? അവിടെയാണ് ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങൾ അവിടെയുണ്ട്. ഐ മദ്ഹറുൽ ബാഇ വനുഖ്തതി വശക്കലതി മല്ലം യകുനിൽ നുഖ്തത വശക്കലത റബാഇ. എന്നാൽ ഈ നുഖ്തത്തിലും ശക്കലത്തിലും ഈ പുള്ളിക്കുത്തിലും പിന്നെ അതുപോലെ തന്നെ ഈ ഹർക്കത്തിലും ബാ അല്ലാതെ ഒന്നുമില്ല. അതായത് ഇവിടെയുള്ള ആദ്യ സൃഷ്ടി